ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 7 മാസമായി. ഞാൻ വന്ന സമയത്ത് ഇവിടെ സമ്മറായിരുന്നു കാലാവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഹെർബ്സ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വിൻ്ററായി. വിൻ്ററായിട്ട് 2 മാസമായി. ഇപ്പം ജനുവരിയൊക്കെ ആയപ്പോൾ അത്യാവശ്യം ഈ ആഴ്ചയിലൊക്കെ നല്ല മഞ്ഞ് പൊഴിയുന്നുണ്ട്. എല്ലാ ദിവസവും അത്യാവശ്യം നല്ല മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഞ്ഞ് പൊഴിയുന്ന ഒരു സമയത്ത് ഇറങ്ങണമെന്ന് കുറേ ദിവസം കൊണ്ട് പ്ലാനിങ് ചെയ്യുമായിരുന്നു. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പം നടന്നില്ല. ഭയങ്കര മഞ്ഞായിരുന്നു. ഈ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ഞാൻ താമസിക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്കധികം പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങാറുണ്ട്. അത് ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ. പ്രത്യേകിച്ച് മഞ്ഞുകാലവും കൂടി ആയതുകൊണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. വൈകിട്ടായപ്പോൾ മഞ്ഞ് ഇച്ചിരി കുറവുണ്ട്. എങ്കിലും ചെറുതായിട്ട് മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ മല പോലെ മഞ്ഞൊക്കെ വാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് രാവിലെ ആകുമ്പോൾ ഒരു വണ്ടി വന്ന് നമുക്ക് പോകാനുള്ള വഴികളെല്ലാം മഞ്ഞൊക്കെ കോരി ക്ലിയർ ആക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോകാം. അപ്പോൾ മഞ്ഞൊക്കെ വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചു, മഞ്ഞ് വരുമ്പോൾ ജീവിക്കുന്ന എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ, എങ്ങനെ പുറത്തൊക്കെ ഇറങ്ങും? പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിമ്പിളാണ്. കണ്ടോ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഞാൻ സിമ്പിളായിട്ട് അങ്ങ് പോവുകയാണ്. എനിക്ക് അത്യാവശ്യം തണുപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 2-3 ജാക്കറ്റും 2-3 സ്വെറ്ററും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് പാറി നടക്കുവാണ്. അതുപോലെ തന്നെ മഞ്ഞ് കാലമൊക്കെ വരുമ്പം കുറച്ച് പേരുടെ ജോലികളൊക്കെ ഇവിടെ നഷ്ടപ്പെടും. അതായത് നഷ്ടപ്പെടുമെന്നല്ല, പെർമനൻ്റായിട്ട് നഷ്ടപ്പെടുമെന്നല്ല, ആ മഞ്ഞ് സീസൺ ആ ഒരു